കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം അർപ്പിക്കുകയാണ്. പ്രാർത്ഥനയോട് ദൈവാശ്രയത്തോടും കൂടി ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 5-ാം അധ്യായം അതിൻ്റെ 39-ാമത്തെ വാക്യം. ദൈവികമെങ്കിലോ നിങ്ങൾക്കത് നശിപ്പിക്കുവാൻ കഴിയുകയില്ല. നിങ്ങൾ ദൈവത്തോട് പോരാടുന്നു എന്ന് വരരുതല്ലോ എന്ന് പറഞ്ഞു. ഈ വാക്യങ്ങൾക്കായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ചിന്ത നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. നമുക്കറിയാം, ആദ്യ നൂറ്റാണ്ടിലെ ദൈവസഭ വിവിധ തരത്തിലുള്ള കഷ്ടതകൾ, പീഡനങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് വന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ആദിമ സഭയിലെ ആദിമ അപ്പോസ്തലന്മാരെ, ദൈവജനത്തെ ഒക്കെ നശിപ്പിക്കുവാൻ അക്കാലത്തുണ്ടായിരുന്ന യഹൂദന്മാർ, പരീശന്മാർ, ന്യായശാസ്ത്രിമാരൊക്കെ ശ്രമം നടത്തിയൊരു മേഖലയും കാണുന്നുണ്ട്. സ്തോത്രം. അപ്പോൾ അവരെ മുഴുവൻ തകർക്കുവാൻ തക്കവണ്ണമുള്ള ചില പദ്ധതികൾ അവരെന്ത് ചെയ്യുന്നുണ്ട്, തയ്യാറാക്കുന്നു. ഇല്ലെങ്കിൽ അതിനെ സ്തോത്രം പ്രവൃത്തിപഥത്തിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ചില മേഖലകളെ നമ്മൾ ശ്രദ്ധിക്കപ്പെടേണ്ടതാണ്, അല്ലേ? അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രവൃത്തികൾ നടന്നെങ്കിലും ദൈവത്തിൻ്റെ സഭയെ പരിപാലിപ്പാൻ തക്കവണ്ണം ഇടവന്നു. അപ്പോൾ അങ്ങനെ ആദിമസഭയിലെ അപ്പോസ്തല ഗണത്തെ, ദൈവജനത്തെ തകർക്കുവാൻ അന്നുണ്ടായിരുന്ന നിയമ സംവിധാനങ്ങളോ അന്നുണ്ടായിരുന്ന യഹൂദ മത നേതാക്കന്മാരോ അതിൻ്റെ ശ്രമങ്ങൾ നടത്തുമ്പോൾ അവരെ എതിർക്കാൻ വേണ്ടി അവരുടെ ഇടയിൽ നിന്ന് ഒരുവനെ ദൈവം എഴുന്നേൽപ്പിക്കുകയാണ്. ആ വ്യക്തിയുടെ പേരാണ് ഗമാലിയേൽ. 5-ാം അധ്യായം 34-ാമത്തെ വാക്യം പഠിക്കുമ്പോൾ, സർവ്വജനത്തിനും ബഹുമാനമുള്ള ധർമ്മോപദേഷ്ടാവായ ഗമാലിയേൽ എന്നൊരു പരീശൻ ന്യായാധിപ സംഘത്തിൽ നിന്ന് എഴുന്നേറ്റ് അവരെ കുറേ നേരം പുറത്താക്കുവാൻ കൽപ്പിച്ചു. പിന്നെ അവനവരോട്, ഇസ്രായേൽ പുരുഷന്മാരെ, ഈ മനുഷ്യരുടെ കാര്യത്തിൽ നിങ്ങൾ എന്തു ചെയ്യാൻ പോകുന്നു എന്ന് സൂക്ഷിച്ചുകൊള്ളുവിൻ എന്ന് പറയുകയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യഹൂദ മതത്തിലെ നേതാക്കന്മാരോട്, ഇല്ലെങ്കിൽ സെൻഹദരി സംഘത്തോട്, പരീശന്മാരോട് പറയുകയാണ്, നിങ്ങൾ അവർക്കെതിരെ എന്താണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ആകത്തുകയാണ് 38 മുതലുള്ള വാക്യങ്ങൾ പഠിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നത്. ആകയാൽ ഈ മനുഷ്യരെ വിട്ട് ഒഴിഞ്ഞുകൊള്ളുവിൻ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഈ ആലോചനയോ പ്രവൃത്തിയോ മാനുഷ്യം എന്ന് വരികിൽ അത് നശിച്ചു പോകും. ദൈവികമെങ്കിലോ അത് നിങ്ങൾക്ക് നശിപ്പിക്കുവാൻ കഴിയുകയില്ല. നിങ്ങൾ ദൈവത്തോട് പോരാടുന്നു എന്ന് വരരുതല്ലോ എന്ന് പറഞ്ഞു. ഈ വാക്യം ശ്രദ്ധിക്കപ്പെടേണ്ടതാണ്. അപ്പോൾ ഗമാലിയേൽ അന്നത്തെ മത നേതാക്കന്മാരോട് പറയുകയാണ്, മാനുഷികമായി പൊന്തി വന്ന പലരും തകർന്നുപോയി, പലരും വീണുപോയി, പലരും കളം വിട്ടൊഴിഞ്ഞു. എന്നാൽ സ്തോത്രം, ദൈവത്തോട് ഇവരും ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം വന്നതെങ്കിൽ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. മാനുഷികമെങ്കിൽ അത് നിങ്ങളെ വിട്ട് മാറുമില്ലെങ്കിൽ സമൂഹം വിട്ടത് മാറിപ്പോകുമെന്ന് പറയുന്നു. എന്താ അതിൻ്റെ അർത്ഥം? എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയുക, പലപ്പോഴും ദൈവം നമ്മെ നിർത്തിയിരിക്കുന്ന ദൈവത്തിൻ്റെ കരത്തിലാണ്, അല്ലേ? നമുക്കെതിരെ പ്രതികൂലങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്, പ്രതിബന്ധങ്ങളുണ്ട്. ഇവയെല്ലാം ഉണ്ടായിരുന്നിട്ടും ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ പരിപാലിക്കുന്ന ദൈവ കരുണയെ ഓർത്ത് നമ്മൾ ദൈവത്തിന് എന്ത് ചെയ്യണം? സ്തോത്രം ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, ദൈവം നമ്മെ നിർത്തിയിരിക്കുന്നിടത്തോളം കാലം, ദൈവം നമ്മെ പരിപാലിക്കുന്നിടത്തോളം കാലം, ദൈവം നമ്മെ സൂക്ഷിക്കുന്നിടത്തോളം കാലം നമുക്കെതിരെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. ഗമാലിയേൽ പറഞ്ഞതാണ് ശരി. ദൈവികമെങ്കിലോ നിങ്ങൾക്കോ നിങ്ങളുടെ കൂട്ടാളികൾക്കോ അതിനെ തകർക്കുവാൻ കഴിയുകയില്ല. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ആത്മാവിൽ ഞാൻ കൈമാറുകയാണ്. നമുക്കെതിരെ പ്രയാസങ്ങൾ വന്നാൽ, മാനുഷികമോ പൈശാചികവുമായ ശത്രുക്കൾ നമുക്കെതിരെ കയറി വന്നാൽ ഭയപ്പെടേണ്ട. ദൈവം നമ്മളെ നിർത്തിയിരിക്കുന്നത് കൊണ്ട് ഒരു ശക്തിക്ക് നമ്മളെ തകർക്കുവാൻ കഴിയുകയില്ല. അതുകൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ സന്ദേശത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്ന, ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങൾ തരികയാണ്. ഇവിടുന്ന് ചിറകടി മറയ്ക്കുകയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണം. മഹത്വം അങ്ങേക്ക്. യേശു കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥനകളെ കേൾക്കണം. സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.